വെൽക്കം ടു ശ്രീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വിഭവം മഷ്റൂം മസാലയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ഏറ്റവും ടേസ്റ്റായിട്ട് കഴിക്കുന്ന മഷ്റൂം മസാലയില്ലേ, ഉത്തരേന്ത്യ വിഭവമാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിലോട്ടേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി. നമ്മളിവിടെ മല്ലിപ്പൊടി ഒന്നുമല്ല ചേർക്കുന്നത്. ഇവിടെ മസാല ഇതിനായിട്ട് പ്രത്യേകം ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കതുകൊണ്ട് യൂസ് ചെയ്യാമല്ലോ. 1 ടീസ്പൂണോളം കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കളർ ഒന്ന് ബ്രൗൺ ആകുന്നിടം വരെയാണ്. ഒരു 4 മുതൽ 5 വരെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇവിടെ ഞാൻ സാധാരണ വറ്റൽമുളക് ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ മഷ്റൂം മസാലയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ പാൻ നന്നായിട്ട് ഹീറ്റ് ആയതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെ വെളിച്ചെണ്ണ. പാൻ നന്നായി ഹീറ്റ് ആയതിലോട്ട് ഞാൻ 1 നുള്ളി ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഉത്തരേന്ത്യ വിഭവം ആയതുകൊണ്ടാണ് നമ്മൾ ജീരകം ഇവിടെ ഉപയോഗിക്കണം. ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ജീരകം മറ്റുമൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഫ്ലേവർ തന്നെ അങ്ങ് മാറിപ്പോവും. 2-3 പീസ് കറുവാപ്പട്ട വലിയ കഷ്ണമായിട്ട് തന്നെ ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കഷ്ണമായിട്ട് ഇടാൻ പാടില്ല, പൊടിയൊന്നുമല്ല നമ്മൾ ചേർക്കണത്. ഒരു വലിയ സബോള, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സബോളയാണ്. സബോള ഇവിടെ എന്ന് പറഞ്ഞാൽ ചോപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. നന്നായിട്ട് ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നതിന് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സബോളയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു തക്കാളിക്ക് അടിച്ച് പേസ്റ്റ് ആക്കിയതാണിത്. 1 തക്കാളിക്ക് ഇതിപ്പോഴത്തേക്ക് ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. നമുക്ക് ഈ ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തിക്കനാകണം. അപ്പോൾ ഇതിനെ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്നിട്ട് തക്കാളിയുടെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ, പച്ചപ്പ് ആ ഒരു ചൊവയും അതൊക്കെ തന്നെ സ്മെല്ലുണ്ടാകുന്നത് മാറണം. അത്രയും നേരം നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിക്ക്. ഇപ്പോൾ ഇതിലോട്ടേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. സെയിം ക്വാണ്ടിറ്റിയാണ്. ഉണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ തിക്കനായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ തക്കാളിയുടെ ആ സബോളയുടെയൊക്കെ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാപ്സിക്കം ഞാനിത് കണക്ക് തന്നെ പീസ് ചെയ്തതാണിത്. ഈ ക്യാപ്സിക്കം പീസിൽ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ക്യാപ്സിക്കം ഇടുമ്പോഴത്തേക്ക് ക്യാപ്സിക്കത്തിന് അപ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ക്യാപ്സിക്കത്തിന് നോർമലി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എരിവല്ല കൂടുതൽ, അതിനൊരല്പം മധുരവും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ടേക്ക്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്, പൊടി കരിഞ്ഞു പോകരുത്. ഇതിപ്പം പാൻ ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആയതാണ് പ്രോബ്ലം ഇല്ല. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്ത പക്ഷം കരിഞ്ഞു പോകും പെട്ടെന്ന് നമ്മുടെ എല്ലാം പൊടിയെല്ലാം. ഇപ്പം നമ്മളിപ്പോൾ ചേർക്കണ ഈ മസാല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മസാലയാണ്. നമുക്കിത് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മസാലയാണ് വേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചേർക്കത്തില്ല, മസാലയുടെ ചുവ കൂടുതലായിട്ട് നിൽക്കും. ബാക്കിയുള്ള മസാല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെക്കാം. പിന്നീട് നമുക്ക് മസാല ഇല്ലാതാണല്ലോ ഉപയോഗിക്കാം. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ഒന്നും തന്നെ അടിയിൽ അതിനകത്ത് ചേർക്കുന്ന പൊടി കരിയാതെ കിട്ടും കുറച്ചും കൂടെ. അപ്പം അതിനാണ് ഇച്ചിരി കൂടെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ സബോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സബോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തില്ല. ഈ ടൈമിലാണ് ഉപ്പ് ചേർക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് വഴന്നിട്ടാൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. പക്ഷേ രണ്ടാമത് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മഷ്റൂം കറി ഒന്നിനും കൊള്ളില്ല.
ഇതിനകത്തോട്ടേക്ക് ഒരു 200 ഗ്രാം മഷ്റൂമാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഷ്റൂം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബട്ടർ മഷ്റൂം ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചിപ്പി കൂണാണ് കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മിൽക്കി മഷ്റൂം ആണ്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കണക്കിന് ആഡ് ചെയ്യാം. സ്ലൈസ് ചെയ്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. മഷ്റൂം നമ്മൾ മൊത്തമായിട്ട് ആഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു മഷ്റൂം, ഇപ്പോൾ ബട്ടർ മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ 1 4 നമുക്ക് കണ്ടിച്ച് വരെയൊക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ചെറിയ പീസായിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ 200 ഗ്രാം മഷ്റൂമാണ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു 5 മിനിറ്റ്. തുറന്ന് നോക്കി മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ടേക്കാണെന്നുണ്ടെങ്കിൽ വേണം നമുക്ക് കുറച്ചും കൂടെ വെള്ളം നമ്മൾ അല്ലാതെ പുറമേ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഗ്രേവിക്ക് അത് കൂടുതൽ ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ഇപ്പോൾ കുറച്ച് ലൂസ് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ മറ്റുള്ള പേസ്റ്റ് ക്രീമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവി നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഫോം വരാനായിട്ടാണ് ഇത്രയും വെള്ളം ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ മഷ്റൂമിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ടൈമിനാണെന്നുണ്ടെങ്കിൽ മഷ്റൂം വെന്തിട്ടുണ്ടോ ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഉപ്പൊക്കെ കുറച്ചും കൂടെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു അല്പം ഉപ്പ് കുറവായിരുന്നു. ഞാനൊരു അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ആഡ് ചെയ്യുവാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ കുരുമുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചതച്ച കുരുമുളകോ എന്തായാലും മതി, ഒത്തിരി ചേർക്കണ്ട. നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് നമ്മുടെ മസാലയുടെ. ഇത് കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്തോട്ടേക്ക് ഒരു 5 മുതൽ 8 വരെ കാഷ്യൂ നട്ട് ഞാൻ അടിച്ച് പേസ്റ്റ് ആക്കിയതാണ്. കാഷ്യൂ പേസ്റ്റാണിത്. ഇതിപ്പോഴത്തേക്ക് ഇതിൻ്റെ കണക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം വരും. ആ 1/2 കപ്പ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവിയുടെ പ്രധാന ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതിനകത്ത് കാഷ്യൂ പേസ്റ്റാണിത്. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുള്ള നമ്മൾ ചെയ്യുന്ന തേങ്ങ അരച്ചിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാത്തിനും കാഷ്യൂ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കടലയൊക്കെ അരച്ച് ചേർക്കും അവർ. ഇപ്പോൾ കാഷ്യൂ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കടലയ്ക്ക് ഒരു പച്ചച്ചുവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാഷ്യൂനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലും ചുവ ഉണ്ടാകത്തില്ല, മധുരം കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ കാഷ്യൂ പേസ്റ്റാണ് ഞാനത്ര ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ മസാല ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട 2 കാര്യം, ഒന്ന് കാഷ്യൂ പേസ്റ്റും ഒന്ന് ഫ്രഷ് ക്രീമുമാണ്. കുറച്ച് മല്ലിയില. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ്, അതായത് മല്ലിയിലയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിങ്ങൾക്കത് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഈ മല്ലിയിലയുടെ ഒരു പച്ചക്കുത്തൽ അത്ര പിടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ അരിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണൊക്കെ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ല് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഇപ്പോൾ തന്നെ നമുക്ക് വരുന്നത്. ഈ ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളുക. ഉപ്പോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇനി വേണം. ഓൾറെഡി നമ്മൾ രണ്ടാമത് ഇപ്പോൾ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്തായിരുന്നു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് അത്യാവശ്യം ഉപ്പൊക്കെ ഇപ്പോൾ എല്ലാ ഉപ്പും ഉണ്ട് ഇപ്പോഴത്തേക്ക്. ഇനി ലാസ്റ്റ് കണ്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീം. ഇപ്പം ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം മസാല കംപ്ലീറ്റ് ആയിരിക്കുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനേക്കാളും നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്, ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.